ഓക്കെ, അപ്പോൾ നമ്മൾ ഏതുവരെയാണ് പറഞ്ഞത്? ഡിവോഴ്സ്. ഓക്കെ, അങ്ങനെ പിന്നെ അവരുടെ പരിപാടി. പിന്നെ അവർ ഈ കൈരളിയിലൊരു പ്രോഗ്രാം, എന്തൊരു കാണാതാവുന്ന ആൾക്കാർക്ക് ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ട്, എന്തോ ഒരു പേരാണ് അതിൻ്റെ. അതിലൊക്കെ എൻ്റെ പരസ്യം കൊടുത്ത് ഇയാളെ കാണാനില്ല, ഭാര്യനെട്ടോടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ കണ്ടൊന്നുമില്ല, അത് പിന്നെ കുറേ കാലം കിട്ടാണ് അറിയുന്നത്. പക്ഷെ ഞാൻ തീരുമാനിച്ചിരുന്നു, ഇവൾക്ക് ഞാൻ 10 പൈസയും കൊടുക്കൂല, ഈ ബന്ധം എനിക്ക് വേണ്ടേനു, നോക്കാലോ, ആരാ ജയിക്കാൻ നോക്കാലോ എന്നുള്ള വാശിയിൽ ഞാനും. അങ്ങനെ ഞാനത് UAE ഇരുന്നിട്ട് പെണ്ണന്വേഷിക്കാൻ തുടങ്ങി. എവിടുന്ന്? ഇന്ത്യ എന്നല്ല, ഇന്ത്യക്ക് പുറത്ത് പോയി സെറ്റിലാവുക, നോക്കാലോ. അങ്ങനെ പിന്നെ യുക്രൈൻ, ജപ്പാൻ, മലേഷ്യ, ഇന്തോനേഷ്യ 4 സ്ഥലത്തെ ഈ രണ്ട് പെണ്ണുങ്ങളെ തിരഞ്ഞെടുത്ത് സംസാരിച്ച് തുടങ്ങി, ഏതാ നല്ലത് നമുക്കറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ യുക്രൈനിൽ പൗരത്വം കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്, ജപ്പാനിലും പൗരത്വം കിട്ടൂല, മലേഷ്യയിൽ പൗരത്വം കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. എന്നാലും ശ്രമിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ പിന്നെ അങ്ങനെ മെല്ലെ അവരെ ഒഴിവാക്കി. പിന്നെ ഇന്തോനേഷ്യയിൽ നിന്ന് 2 സ്ത്രീകളുണ്ടായിരുന്നു, രണ്ടും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പം എൻ്റെ ഇന്തോനേഷ്യൻ വൈഫുമായിട്ട് ഞാൻ സംസാരിച്ച് നോക്കുമ്പോൾ നല്ല ഒത്തു പോകുന്നുണ്ട്. പക്ഷേ അപ്പോഴും പ്രശ്നം എന്താ അറിയോ, ഇവന്മാർ എൻ്റെ പാസ്പോർട്ടിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അന്നൊക്കെ ഭയങ്കര നിയമമാണല്ലോ ഇന്ത്യയിൽ, പാസ്പോർട്ട് ക്യാൻസലാക്കിയിട്ട് ആളെ തിരിച്ചു കൊണ്ടുവരുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിട്ട് നിന്ന്. എന്നാലും വേണ്ടില്ല, ഞാൻ എൻ്റെ കാര്യം മുന്നോട്ട് കൊണ്ടുപോയി. വർഷം 2009 ആ സമയത്തെ കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ 2009 അവസാനത്തോട് കൂടിയിട്ട് പിന്നെ ഞാനൊരു തീരുമാനം എടുത്ത് ഇന്തോനേഷ്യയിലേക്ക് പോവുക, അതാ നല്ലത് എന്നും പറഞ്ഞിട്ട് ഒരു തവണ വന്ന് പിന്നെ വൈഫിനെ കണ്ട് സംസാരിച്ച് തിരിച്ചു പോയി. പിന്നെ 2010 അപ്പോഴൊക്കെ ഞാൻ UAE തന്നെ ഉണ്ടോ. 2010 അതിൻ്റെ ഇടയിൽ കുറേ ഭീഷണിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഞാൻ മൈൻഡ് ചെയ്തില്ല. 2010 മെയ് ആയപ്പോഴേക്കും വീണ്ടും ഇന്തോനേഷ്യയിലേക്ക് വന്ന്, മെയ്യനെ തോന്നുന്നുണ്ട്, ഇന്തോനേഷ്യയിലേക്ക് വന്ന് പിന്നെ വിവാഹത്തിനുള്ള ഏർപ്പാടൊക്കെ ആക്കി. പിന്നെ രജിസ്റ്റർ മാരേജ്, നിയമപരമായിട്ടുള്ള രജിസ്റ്റർ മാരേജ് ചെയ്ത്. കാരണം എനിക്കപ്പോഴേക്കും ബോധ്യപ്പെട്ടിരുന്നു ഞാൻ ഈ തിരഞ്ഞെടുത്ത സ്ത്രീ ഒരു കുഴപ്പമില്ല എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞു. പിന്നെ അപ്പോഴേക്കും ഭീഷണി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മുഴുവൻ കട്ടാക്കി. എൻ്റെ ഫുൾ കോണ്ടാക്റ്റ്, നാടും ഞാൻ തമ്മിൽ ഒരു ബന്ധമില്ല, ഞാൻ എവിടെ പോയി തന്നെ ആർക്കും അറിയരുത്, അങ്ങനെ ഓൾറെഡി ആക്കിയിരുന്നു. അങ്ങനെ ഈ ഭീഷണിക്കാരൊന്നും തരാതായി, എവിടെയോ പോയി അയാൾ എന്ന് പറഞ്ഞിട്ട് തരാതായി. ഞാൻ ക്ഷമയോട് കൂടി വർഷങ്ങൾ തള്ളി നീക്കി, വലിയ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഇടയിലാണ് പിന്നെ അപ്പോഴേക്കിന് 2010 ഒക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ UAEയിലേക്ക് തിരിച്ചു പോയി. അവിടെ പിക്കപ്പ് കിടക്കണല്ലോ, പിക്കപ്പൊന്നും വിറ്റിട്ടുണ്ടായിരുന്നില്ല, UAEയിലാണല്ലോ എല്ലാം കിടക്കുന്നത്. അങ്ങനെ പിക്കപ്പ് ഉണ്ടായിരുന്ന പിക്കപ്പ് വിറ്റ് അതിൻ്റെയും പൈസ ഒക്കെ ആയിട്ട് തിരിച്ചു വന്ന്. അങ്ങനെ വീണ്ടും വർഷങ്ങൾ കടന്നുപോയി. അപ്പോഴേക്കും ആദ്യത്തെ കുഞ്ഞ് പിന്നെ അത് പിന്നെ ജനിച്ച ഉടനെ തന്നെ മരണപ്പെട്ടു. പിന്നെ അതിനുശേഷം 2013 ഇപ്പം എൻ്റെ ഉള്ള മകൻ ജനിച്ചു. പിന്നെ ഈ വർഷങ്ങൾ തന്നെ ആ മകനൊക്കെ ഇപ്പോൾ ടൈം പാസ് ആകുള്ളൂ, അങ്ങനെയൊക്കെ കടന്നുപോയി. 2017 ആയപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോഴാണ് എന്നെ നാട്ടുകാരറിയുന്നത്, ഞാൻ ജീവനോടുണ്ട്, ഇന്ന സ്ഥലത്തുണ്ട്, ഇന്നതാണ് രംഗം എന്നൊക്കെ അന്നാണ് അവർക്ക് മനസ്സിലാവുന്നത്. അതുവരെ ഞാൻ ഇവിടെ പോയി തന്നെ അറിയുന്നില്ല. അന്ന് അറിഞ്ഞതിന് ശേഷം അന്ന് പിന്നെ നാട്ടിലത്തെ സുഹൃത്തുക്കളാണ് എന്നോട് പറയുന്നത്, നിങ്ങളുടെ പ്രോഗ്രാം വന്നിരുന്നല്ലോ കൈരളിയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നാണ് പറയുന്നത്. പക്ഷേ യൂട്യൂബിലൊക്കെ വന്ന് പിന്നെ കുറച്ച് എസ്റ്റാബ്ലിഷായി. 18-19 ആയപ്പോഴൊക്കെ നല്ല സബ്സ്ക്രൈബർമാരൊക്കെ ഉണ്ടായിരുന്നു, 1 ലക്ഷമൊക്കെ കടന്നിരുന്നു ഓൾറെഡി. പിന്നെ അതിനുശേഷത്തെ കാര്യം അടുത്ത എപ്പിസോഡിൽ പറയാം.